ഹലോ ഹായ് നമസ്കാരം എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ആറ്റുകാൽ പൊങ്കാല വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ആറ്റുകാൽ പൊങ്കാലയുടെ വൈബ് എന്താണ് എന്ന് കാണിക്കാനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് പൊങ്കാലയുടെ തലേദിവസമാണ്. ഈസ്റ്റ് ഫോർട്ടാണ് നിങ്ങൾ കാണുന്ന സ്ഥലം. അപ്പോൾ എൻ്റെ ഒപ്പം എൻ്റെ കൊളീഗ് സജുല മാഡം ഉണ്ട്, പിന്നെ എൻ്റെ ചേച്ചിയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഈ റോഡിലൊക്കെ നല്ല റഷാണ്, പ്രത്യേകിച്ച് ഈ ഈസ്റ്റ് ഫോർട്ട് സ്റ്റാച്യു അങ്ങോട്ടൊക്കെ ഉള്ള, പിന്നെ അട്ടക്കുളങ്ങര മണക്കാട് ഈ വരുന്ന സ്ഥലങ്ങളെല്ലാം ഭയങ്കര റഷാണ്. കാരണം അവിടെയൊക്കെ നല്ല കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ വാങ്ങിച്ച് പോവുകയാണ്. ഞങ്ങൾക്ക് തെരളിയിലയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. തെരളിയില വെച്ചിട്ടാണ് നമ്മൾ തെരളിയപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ കറങ്ങിയിട്ട് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തു, ഒരു ചായയൊക്കെ കുടിച്ചു. അതിന് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ മെയിനായിട്ട് ഈ കമ്മൽ മാലയൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് സ്റ്റക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കമ്മൽ മാല ഇതുപോലെയൊക്കെയുള്ള ഐറ്റംസ് കാണുമ്പോൾ നമ്മളവിടെ ഒരു സ്റ്റോപ്പ് നിർത്തിയിട്ട് അതൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല രസമുള്ള സാധനങ്ങളായിരുന്നു അവർ വിൽക്കാൻ കൊണ്ട് വെച്ചിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻസാണ് കേട്ടോ അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ അവർ ഒരു 40 രൂപ 50 രൂപയ്ക്കകത്തുള്ള റേഞ്ചൊക്കെ ഉള്ളൂ. നമ്മൾ സാധാരണ നോർമൽ ഒരു ഷോപ്പിൽ പോയി വാങ്ങിയാൽ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആവും. ഞാൻ ഈ കാണുന്ന മാലയൊക്കെ മോൾക്ക് വേണ്ടി വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ പൊങ്കാല ടൈമിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അതായത് ഔട്ട്സൈഡ് കേരള ആയാലും പുറത്ത് ഇപ്പോൾ ഫോറിനേഴ്സ് ആയാലും ഒക്കെ കറങ്ങി കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ എറണാകുളം അവിടെ തൊട്ട് ഇങ്ങോട്ട് ഒത്തിരി പേര് പൊങ്കാലയൊക്കെ ഇടാനായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേച്ചിമാരൊക്കെ പുറത്തുള്ളവരാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ടപ്പോഴത്തേനും ഫോട്ടോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സജല മാമിന് എനിക്ക് തോന്നുന്നു 1-2 പേരൊക്കെ ഇതുപോലെ പുള്ളിക്കാരിയോട് ചോദിച്ചു ഫോട്ടോ എടുത്ത് തരുമോ എന്ന്. അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് എന്നെ കണ്ടിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ലുക്കൊക്കെ ഉണ്ടോ എന്ന്. അതെന്താണെന്നറിയില്ല, പുള്ളിക്കാരിയെ കണ്ടപ്പോൾ 1-2 പേരൊക്കെ ഫോട്ടോ എടുത്ത് തരാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങളിവിടെ പൂവൊക്കെ വാങ്ങുമായിരുന്നു കേട്ടോ. പൂവിനൊക്കെ ഒരു മുഴം 40 രൂപയൊക്കെ ഉള്ളായിരുന്നു. ഇവിടെ കണ്ടോ കുറേ ചേച്ചിമാർ യൂണിഫോം പോലെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്, ഒരേ കളറിൽ സാരിയും ബ്ലൗസൊക്കെ ഇട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരൊരു കൂട്ടമായിട്ട് അങ്ങനെ വരുന്നതായിരിക്കാം, കൂട്ടം തെറ്റി പോവാതിരിക്കാനായിരിക്കാം യൂണിഫോം പോലെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാമചന്ദ്രൻ സ്ട്രീറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു കുളത്തിൻ്റെ ഭാഗവും ഈ കച്ചവടക്കാരും ഇതൊക്കെ കണ്ട് പോകുമ്പോൾ നമ്മൾ ഈ സമയം പോകുന്ന അറിയത്തില്ല. അത് നടക്കുന്നതിൻ്റെ ഒരു ആഘാതവും നമുക്ക് അറിയത്തില്ല. കാരണം അത്രയ്ക്ക് കാണാനുണ്ട് കാഴ്ചകൾ. ഓണവും ക്രിസ്മസും പോലെ തന്നെ ആറ്റുകാൽ പൊങ്കാലയും തിരുവനന്തപുരത്തുള്ളവർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കറങ്ങി കാണാനൊക്കെ ഒരുപാട് രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഇത് കാറിലൊന്നും വന്നാൽ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് നടക്കാൻ തുടങ്ങി, ഒരറ്റത്തുനിന്ന് അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. ഈ വഴിയിലൊക്കെ അരി, ശർക്കര, പഴം, നെയ്യ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊങ്കാല ഇടാൻ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമ്മൾ വാങ്ങുന്നുണ്ടായിരുന്നു. തിരക്കിന് ഒരു കുറവുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് ഈ ചട്ടിയും കലമൊക്കെ കണ്ടില്ലേ, ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ എല്ലാ സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ കല്ല് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, സ്ഥലം പിടിക്കാനായിട്ട് പോയതും. അപ്പോൾ ആ സ്ഥലത്തിൽ ഇഷ്ടിക വാങ്ങി വയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത ലക്ഷ്യം. അങ്ങനെ നമ്മൾ ദേവസ്വം ബോർഡ് എത്തി. ഈ ദേവസ്വം ബോർഡ് ഓഫീസിനകത്തായിരുന്നു നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇട്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഷ്ടികയൊക്കെ കൊണ്ടവിടെ എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ പൊങ്കാലയുടെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാൻ ഒരുങ്ങിയൊക്കെ അങ്ങ് പോവുകയാണ് പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ ഇത് പോകുന്ന വഴി ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇപ്പം ഏകദേശം ചേച്ചിമാർ കല്ലൊക്കെ വെച്ച് കലം എല്ലാം കഴുകി എല്ലാം സെറ്റായി കഴിഞ്ഞു കേട്ടോ. ഞാൻ ദേവസ്വം ബോർഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡ് ഓഫീസിനകത്താണ് പൊങ്കാല ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ തലേന്ന് കണ്ട പോലെയല്ല, ഒത്തിരി പേര് അടുപ്പ് കൂട്ടി ഏകദേശം എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പൊങ്കാല ഇടുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു രാജരാജേശ്വരി ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് നല്ലപോലെ തൊഴുതിട്ടായിരുന്നു പൊങ്കാല ഇട്ടത്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. രാവിലെ 10:15-നാണ് അടുപ്പ് തെളിയിക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ നമ്മൾ അരിയൊക്കെ കഴുകി, അതുപോലെ കലമെല്ലാം നല്ല നീറ്റായിട്ട് കഴുകി വെള്ളമൊക്കെ നിറച്ച് ആ വാഴയില കൊണ്ട് മൂടി തവി വെച്ച് അടച്ച് വെക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇത് ഏകദേശം ഒരു 8-8:30 മണിക്കൊക്കെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അടുത്ത് നമ്മൾ കൊതുമ്പ്, ചൂട്ട്, അതുപോലെ നമുക്ക് അടുപ്പ് കത്തിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ കൈവാക്കിന് ഇതുപോലെ മാറ്റി അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി എന്താണെന്നറിയോ, ഞാൻ തെരളിയപ്പത്തിന് കുഴയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ തെരളിയപ്പത്തിന് നമ്മൾ അരിപ്പൊടി, ശർക്കര, തേങ്ങ, അതുപോലെ തന്നെ ഏലക്ക ഇതെല്ലാം കൂടെ ചേർത്ത്, അതുപോലെ പഴവും ഇടും. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ മയപ്പെടുത്തി എടുക്കുന്ന പരിപാടിയായിരുന്നു.
ഇങ്ങനെ ഓരോ കാര്യങ്ങളും പൊങ്കാലയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ഭക്തിയോട് കൂടിയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് വല്ലാത്തൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ കുഞ്ഞിലെ തൊട്ടേ എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ടേ എല്ലാ പൊങ്കാലയ്ക്കും പറ്റുന്ന പോലെയൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പം അന്ന് തൊട്ടേ ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ. അപ്പം തെരളിയപ്പത്തിൻ്റെ മാവെല്ലാം കുഴച്ചിട്ട് ഇതുപോലെ ഇലയ്ക്കകത്ത് വെച്ച് ചുരുട്ടി നമ്മൾ സെറ്റാക്കും കേട്ടോ. അതിൻ്റെ മാല പോലെ കോർത്ത് വയ്ക്കും ഈർക്കലിനകത്ത് കൊരുത്തിട്ട്. അപ്പോൾ അതെല്ലാം മാല പോലെ കോർത്ത് മാറ്റി വെച്ചു. ഒരു 2 മാല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. മണ്ടപ്പുറ്റ് നമ്മുടെ മണ്ട റിലേറ്റഡ് എന്ത് അസുഖം ഉണ്ടെങ്കിലും അത് മാറാനായിട്ട് നമ്മൾ ദേവിക്ക് നേരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പയർ വറുത്ത് പൊടിച്ചതും അരിപ്പൊടി അതുപോലെ ശർക്കര തേങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നല്ല മയപ്പെടുത്തി എടുക്കണം. കുറച്ച് വെള്ളം തളിച്ചിട്ട് കുഴച്ച് നമ്മൾ നല്ല ബോൾ പോലെ ആക്കി എടുക്കും കേട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ കണ്ണും മൂക്കും കുത്തി വെക്കും കേട്ടോ. അതായത് നമ്മുടെ ഒരു വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ അമർത്തി 2 കണ്ണും ഒരു മൂക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്ത് വെക്കും. അതൊരു മണ്ട എന്നുള്ള രീതിയിൽ നമ്മളതിനെ സങ്കല്പിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അത് ഇങ്ങനെയാണ് മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുപ്പ് തെളിയിക്കാനുള്ള സമയമായി. എല്ലാം കറക്റ്റ് സമയത്തിന് ചെയ്ത് തീർക്കാൻ പറ്റിയ കേട്ടോ. എല്ലാം കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ തോർത്തൊക്കെ മുറുക്കി കെട്ടി ചൂട്ടെല്ലാം കയ്യിൽ പിടിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് തിരി പകർന്ന് വരാനായിട്ട്. അപ്പോൾ തീ ഇങ്ങനെ ഓരോ അടുപ്പിൽ നിന്ന് പകർന്ന് വരുവാണ്. അപ്പോൾ അതെല്ലാം നമുക്കും കിട്ടി. നമ്മൾ അടുപ്പെല്ലാം കത്തിച്ചു. അപ്പം ഇനിയിപ്പോൾ അടുത്ത വെള്ളം തിളയ്ക്കാനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, അരി 3 പ്രാവശ്യം കലത്തിന് ചുറ്റും ചുറ്റിച്ചിട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആ അരി തിളച്ച് തൂകാനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ അരി തിളച്ച് തൂകുമ്പോൾ നമ്മളത് അമ്മ അനുഗ്രഹിച്ചതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരി തിളച്ച് തൂകുമ്പോൾ ചിലരൊക്കെ കുരവയൊക്കെ ഇടും. അപ്പോൾ നമുക്കതൊന്നും ഇടാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തിളച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അത് ഇളക്കി അടുത്ത ശർക്കരയും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് അരി ഒന്ന് വെന്ത് വന്നിട്ട് നമ്മൾ ശർക്കരയും ബാക്കി തേങ്ങയും നെയ്യും ഒക്കെ ചേർക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പൊങ്കാലയ്ക്കുള്ള എല്ലാം റെഡിയാക്കി എടുക്കും കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെ കലത്തിലെയും അരി ഇതുപോലെ തിളച്ച് തൂകി ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്തിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഭക്തി സാന്ദ്രമായ ഒരു നിമിഷമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഐശ്വര്യമായിട്ട് നമുക്ക് ആ ഒരു പൊങ്കാല ഇടാൻ സാധിച്ചു കേട്ടോ. ഞാനും ചേച്ചിയും ഒരു 2 അടുപ്പ് വീതം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 ഐറ്റമാണ് നമ്മൾ സാധാരണ ഇടുന്നത്. അപ്പോൾ അത് 2 അടുപ്പിലായിട്ട് മാറി മാറി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പുകയൊക്കെ വരും കേട്ടോ. ഈ 4 ചുറ്റും ആൾക്കാർ പൊങ്കാല ഇടുന്ന കാരണം നല്ല രീതിയിൽ കണ്ണിൽ പുകയൊക്കെ അടിക്കും. അപ്പോൾ അങ്ങനെ പുകയൊക്കെ അടിച്ച് നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒരു പയ്യൻ നമുക്ക് തണ്ണിമത്തനൊക്കെ കൊണ്ട് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ സമയത്ത് ഇതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് തോന്നുന്നത്. കുറച്ച് വെള്ളമൊക്കെ കിട്ടിയെങ്കിലും തോന്നിപ്പോവും. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇതേ എൻ്റെ പൊങ്കാല കണ്ടോ, ഏകദേശം എല്ലാം റെഡിയായി കേട്ടോ. ഇനി ലാസ്റ്റ് കുറച്ച് പഴവും കൂടെ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ അതിനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തളിക്കാൻ വരും കേട്ടോ പോറ്റി. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇതിനെ മൂടി വെച്ചേക്കും. പൊങ്കാല ആവുന്നതിനോടൊപ്പം തന്നെ പാരലലി നമ്മൾ ആ ഇഡലി കുട്ടകത്തിൽ തെരളിയപ്പവും മണ്ടപ്പുറ്റും ഒക്കെ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ഒരു നാഗവല്ലിയുടെ പരുവമായി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചേട്ടൻ ഇങ്ങനെ നമുക്ക് ഒരു സഞ്ചി കൊണ്ട് തരുന്നുണ്ടായിരുന്നു, ഇതുപോലെ ബിഗ് ഷോപ്പർ കേട്ടോ. അപ്പോൾ അത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും അവിടെ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നവർക്കൊക്കെ കൊടുക്കുവാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി 1, 2, 3 ഒക്കെ വെച്ച് വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലയിടത്തൊക്കെ ഈ വിഷറി അതുപോലെ ജ്യൂസ് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ പൊങ്കാല ഇടുന്നവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഈ 2 ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരുടെയും പൊങ്കാലയും പായസമൊക്കെ ഇട്ട് തീരാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് വാങ്ങി കഴിക്കാൻ പോകാൻ. ഫുഡൊക്കെ ഇഷ്ടം പോലെ നമുക്ക് എല്ലായിടത്തും കിട്ടും. ഓരോ അസോസിയേഷൻകാരുടെ അമ്പലക്കാരുടെയൊക്കെ വകയായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടും. അന്നദാനമാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിൽ തന്നെയാണ് അന്നദാനത്തിന് പോയത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ നല്ല വെയിലാണ് കേട്ടോ, നല്ല ചുട്ട വെയിലാണ്. അപ്പോൾ നമ്മൾ ഒരു മരത്തിൻ്റെ തണലിലായതുകൊണ്ട് അത്ര വെയിൽ അറിഞ്ഞില്ല. അപ്പം അന്നദാനം വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഇത്രയും വെയിലത്തിരുന്ന് പല ചേച്ചിമാരും പൊങ്കാല ഇടുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവരും പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ അന്നദാനം വാങ്ങിക്കാൻ പോകുന്ന വഴി നോക്കിയപ്പോൾ ഒരു ചെറിയ സ്റ്റേജൊക്കെ കെട്ടി അവിടെ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ 2 പെൺകുട്ടികൾ നല്ല അടിപൊളിയായിട്ട് തമിഴ് സോങ്ങൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വെയിലത്തൊരു സ്പ്രൈറ്റൊക്കെ വാങ്ങിച്ച് കുടിച്ചു. ശരിക്കും നല്ല ആശ്വാസമായിരുന്നു കേട്ടോ. ആ ചുട്ട വെയിലത്ത് നമ്മൾ ഈ പൊങ്കാലൊക്കെ ഇട്ട ക്ഷീണത്തിന് നല്ല തണുത്ത ജ്യൂസ് വാങ്ങി കുടിച്ചപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. കാരണം ഇത് തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരം നടക്കണം.
അപ്പോൾ ഇത് നിർമ്മല ഭവൻ സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലം. ഈ അമ്പലം ഞാൻ ശിവരാത്രിയുടെ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. രണ്ട് വശവും ശരിക്കും ആൾക്കാർ പൊങ്കാല ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ അമ്പലത്തിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇത് കാണുന്നത് ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈ ക്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ ഫുഡ് വാങ്ങി കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു കഷ്ടപ്പാടാണെന്ന് തോന്നും. പക്ഷേ ശരിക്കും ഇതൊരു നമുക്കൊരു മാനസികമായിട്ടൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം അങ്ങനെ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മളെല്ലാ പ്രാവശ്യവും പൊങ്കാല ഇടാനായിട്ട് ഉള്ളതുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കും. എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം എനിക്കാണെങ്കിൽ പോലും ഒരുപാട് അനുഭവം ദേവിയുടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പ്രാർത്ഥിച്ച് ഇതുപോലെ പൊങ്കാല ഇട്ട് നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അന്നദാനത്തിൻ്റെ ക്യൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് അന്നദാനത്തിന് കിട്ടിയത്. ചോറ്, സാമ്പാർ, അതിൻ്റെ പുറത്ത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ തോരൻ, അവിയൽ, മാങ്ങാച്ചാറ്. അപ്പോൾ ഇതൊക്കെ കഴിക്കാനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചു നമ്മൾ തിരിച്ച് നമ്മുടെ അടുപ്പ് കൂട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. 12:45 കഴിഞ്ഞിട്ടായിരുന്നു എത്തിയത്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തു. 1:15 ഇത്തവണ പൊങ്കാലയ്ക്ക് തളിച്ചത് കേട്ടോ. ഇത്തവണ നേരത്തെ ആയിരുന്നു. സാറിന് 2:30-3:30 മണിയൊക്കെ ആവും. അപ്പോൾ ഇത്തവണ 1:15 കഴിഞ്ഞപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. എല്ലാവരും പാക്കപ്പ് ചെയ്തു. നമ്മുടെ ഇഷ്ടികയൊക്കെ നമ്മുടെ കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ആ ഇഷ്ടികയൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ചില ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ ഈ ബിഗ് ഷോപ്പർ കലമൊക്കെ വെച്ചിട്ട് അതിങ്ങനെ തലയിൽ ചുമന്നുകൊണ്ട് പോകും കേട്ടോ. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരിതൊക്കെ വളരെ ത്യാഗം സഹിച്ചിട്ടൊക്കെയാണ് പല ചേച്ചിമാരും ഇതൊക്കെ ചെയ്യുന്നത്. പലരും ട്രെയിനിലും ബസ്സിലും ഒക്കെ കയറിയിട്ടാണ് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. എന്തായാലും അങ്ങനെ ഇത്തവണത്തെ പൊങ്കാല വളരെ ഐശ്വര്യമായിട്ടും ഭംഗിയായിട്ടും നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിച്ചു. വന്നിട്ട് പിന്നെ ഒരു ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ആ ഇടുന്നവരെ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുകളും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പൊങ്കാല വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.